നമ്മളിവിടെ നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്വയറി ആൻഡ് ട്രയൽ അണ്ടർ BNSS ആണ്. ആദ്യമേ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിന്റെ ഈ കഥയൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്വയറി ആൻഡ് ട്രയൽ എന്ന് പറയുന്ന ഈ 3 സ്റ്റേജുകൾ ഒരിക്കലും മറക്കത്തുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കഥ തുടങ്ങാം. രവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി നമ്മുടെ അരുൺ എന്ന് പറഞ്ഞ ആള് കാണുകയാണ്. രവിയുടെ ബ്രദർ ആണ് അരുൺ. അപ്പൊ ഈ ഡെഡ് ബോഡി കണ്ടപാടെ അരുൺ ഓടിച്ചെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു FIR ഫയൽ ചെയ്തു. ഈ FIR ഫയൽ ചെയ്തതിന് ശേഷം നമ്മുടെ പോലീസ് ഓഫീസർ എന്താണ് എവിഡൻസ് കളക്ട് ചെയ്തു, അതുപോലെ തന്നെ വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെ തന്നെ സംശയിക്കുന്ന വിജയിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ പോലീസ് ഓഫീസർ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസർ ഈ കേസ് മജിസ്ട്രേറ്റിന് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ മജിസ്ട്രേറ്റ് നോക്കുന്ന എന്തുവാന്ന് വെച്ചാൽ അവിടെ ഒരു പ്രൈമ ഫേസി കേസ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പൊ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് അവിടെ ഒരു പ്രൈമ ഫേസി കേസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ മജിസ്ട്രേറ്റ് ട്രയലിന് വേണ്ടി സെക്ഷൻസ് കോർട്ടിലേക്ക് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യും. സെക്ഷൻസ് കോർട്ടിലാണ് പിന്നെ ട്രയൽ നടക്കുന്നത്. ട്രയൽ എൻഡ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ സസ്പെക്റ്റ് ആയിട്ടുള്ള വിജയ് ഗിൽറ്റി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതോട് കൂടെയാണ്. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് L ഓഫ് BNSSന്റെ അകത്താണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് L ആണ് നമ്മുടെ BNSSനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡ് ഓൾ പ്രൊസീഡിംഗ് ഫോർ ദ കളക്ഷൻ ഓഫ് എവിഡൻസ് conducted by a police officer or any person authorized by a magistrate. നമ്മുടെ സെക്ഷൻ 2ന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മുടെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ എവിഡൻസ് കളക്ട് ചെയ്യുന്ന എല്ലാ പ്രൊസീഡിങ്സും ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രൊസീഡിങ്സും ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് Hന്റെ അകത്ത് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ നമ്മൾ മുന്നത്തെ കഥയിൽ പറഞ്ഞായിരുന്നു എപ്പോഴാണ് പോലീസ് ഓഫീസർ എവിഡൻസ് കളക്ട് ചെയ്യാനും വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്? FIR ഫയൽ ചെയ്തപ്പോഴാണ്. അരുൺ ചെന്ന് FIR ഫയൽ ചെയ്തപ്പോഴാണ് നമ്മുടെ എന്താണ് പോലീസ് ഓഫീസർ എവിഡൻസ് കളക്ട് ചെയ്യാനും വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേജ് തുടങ്ങുന്നത് FIR ഫയൽ ചെയ്യുന്നതോട് കൂടെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ, ഞാനിവിടെ മുകളിൽ ലിങ്ക് കൊടുക്കാം, നമ്മൾ തൊട്ട് മുന്നേ കൊഹനൈസബിൾ ഒഫൻസും നോൺ കൊഹനൈസബിൾ ഒഫൻസും പഠിച്ചിരുന്നു. അപ്പൊ കൊഹനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ദാറ്റ് മീൻസ് സീരിയസ് ഒഫൻസുകളാണ്. ഇങ്ങനെയുള്ള കൊഹനൈസബിൾ ഒഫൻസിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ ഇല്ലാതെ പോലീസ് ഓഫീസറിന് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം എന്താ? കൊഹനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫൻസുകളാണ്. അവിടെ എന്താണ് ഒരു ഡിലേയും വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ എടുക്കാൻ പോവോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമോ? അർജന്റ് കേസസ് അല്ലേ നമ്മുടെ ഈ സീരിയസ് ഒഫൻസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ ഇല്ലാതെ കൊഹനൈസബിൾ ഒഫൻസിന്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് ഇതിന് വൈസ് വേഴ്സ ചിന്തിച്ച് നോൺ കൊഹനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ബെയിലബിൾ ഒഫൻസുകളാണ്, ലെസ് സീരിയസ് ഒഫൻസുകളാണ്. അങ്ങനെയുള്ള ഒഫൻസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ വേണം. അപ്പം നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് മെയിൻലി ഉള്ള കുറെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നത്തെ ആ കഥയിൽ തന്നെ നോക്കിയിരുന്നു. എന്താണ് പോലീസ് ഓഫീസർ എവിഡൻസ് കളക്ട് ചെയ്തു, അതുപോലെ തന്നെ എന്തുവാണ് വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെ തന്നെ സസ്പെക്റ്റഡ് പേഴ്സണെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ്
ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തുവാണ് നമ്മുടെ ഫോറൻസിക് ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഫോറൻസിക് ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസ്, സെർച്ച് ആൻഡ് സീഷ്യർ, സ്റ്റേറ്റ്മെന്റിന്റെ ഇൻട്രോഗേഷനും റെക്കോർഡിങ്ങും, അറസ്റ്റ് ഓഫ് സസ്പെൻസ്. നമ്മൾ ആ കഥയിൽ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസർ എന്തൊക്കെയാണ് പെർഫോം ചെയ്തത്, അത് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ തൊട്ട് മുന്നത്തെ കഥയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കൺക്ലൂഡ് ചെയ്യുന്ന എവിടെയാണ്? ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോഴാണ്. എവിഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസറിന് തോന്നുകയാണ് അവിടെ മതിയായ എവിഡൻസുകൾ ഉണ്ട് എന്ന് തോന്നിയാലാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത്. മതിയായ എവിഡൻസുകൾ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഇത് രണ്ടുകൊണ്ടും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് കൺക്ലൂഡ് ആകുകയാണ്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BNSS പ്രകാരം ടൈം ബോണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് നമ്മുടെ 10 വർഷത്തിൽ കൂടുതൽ പണിഷബിൾ ആയ ഒഫൻസ്, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെന്റ് കിട്ടുന്ന ഒഫൻസ്, അല്ലെങ്കിൽ ഡെത്ത് പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകളാണെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത എല്ലാ ഒഫൻസിനും 60 ഡേയ്സിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഇവിടെ റെഫർ സെക്ഷൻ 193 ഇട്ടേക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോൾ, ഈ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ഉള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മുടെ മജിസ്ട്രേറ്റിന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടൈം ബോണ്ട് ആയിട്ട് കൺക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് നമ്മുടെ സെക്ഷൻ 193. അപ്പം നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് നോക്കി. എന്താണ് നമ്മൾ FIR ഫയൽ ചെയ്യുന്നതോട് കൂടി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൺക്ലൂഡ് ചെയ്യുന്ന എവിടെയാണ്? ഒന്നെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. നമുക്കൊരു റെലവെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് നോക്കാം. ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UP. ഈ ഒരു 2013 കേസിൻ്റെ അകത്ത് പറയുന്നത്, FIR രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി വെൻ ഇൻഫോർമേഷൻ ഡിസ്ക്ലോസസ് എ കോഗ്നൈസബിൾ ഒഫൻസ് ദിസ് ഇനിഷ്യേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? FIR ഫയൽ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ അകത്ത് FIR രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് എന്നാണ് നമ്മുടെ ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് UPക്കകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സെക്ഷനാണ് ഇൻക്വയറി. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് കെയ്ക്കകത്താണ് പറയുന്നത്. ഇൻക്വയറി റെഫേഴ്സ് ടു എവറി ഇൻക്വയറി കണ്ടക്റ്റഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് അണ്ടർ BNSS. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. നമ്മുടെ BNSSന്റെ കീഴിൽ ഒരു കോർട്ടോ മജിസ്ട്രേറ്റോ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഇൻക്വയറിനെയും ഇൻക്വയറി എന്ന് പറയും. അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് കെയ്ക്കകത്ത് അവിടെ എടുത്തു പറയുന്നുണ്ട്, ഇൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ അല്ല എന്നുള്ളത് ആ ഡെഫിനിഷനിൽ എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഇൻക്വയറി എന്തിനു വേണ്ടിയാണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. പർപ്പസ് ആണ് ടു ഡിസൈഡ് വെദർ ദെയർ ഈസ് പ്രൈമ ഫേസി എവിഡൻസ് എഗനിസ്റ്റ് ദ അക്യൂസ്ഡ്. നമ്മൾ തൊട്ട് മുന്നത്തെ കഥയിൽ പറഞ്ഞു, നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചാർജ് ഷീറ്റ് ഒക്കെ ഫയൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കേസ്, നമ്മുടെ ഈ രവിയുടെ മർഡർ കേസ് നമ്മൾ മജിസ്ട്രേറ്റിന് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? മജിസ്ട്രേറ്റ് ചെക്ക് ചെയ്യാൻ അവിടെ ഒരു പ്രൈമ ഫേസി കേസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇൻക്വയറിയുടെ മേജർ ഒബ്ജക്റ്റ് എന്തുവാണ്, ഒരു പ്രൈമ ഫേസി കേസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. ഇൻക്വയറിക്കകത്ത് നമ്മുടെ കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ഇൻ സെക്ഷൻസ് കേസ് നമ്മുടെ ഇൻക്വയറി പ്രൊസീഡിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഇൻ കംപ്ലയിൻസ്, വെരിഫിക്കേഷൻ ഓഫ് ചാർജസ് ബിഫോർ ട്രയൽ. അപ്പം നമ്മുടെ ഇൻക്വയറിക്കകത്ത് മെയിൻലി വരുന്ന ഒരു 3 പ്രോസസ്സാണ്. നമ്മുടെ ഒന്നെങ്കിൽ പ്രൈമ ഫേസി കേസ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻസ് കോർട്ടിലേക്ക് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ കമ്മിറ്റൽ പ്രൊസീഡിങ് ഇൻ സെക്ഷൻസ് കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മജിസ്ട്രേറ്റിന് കംപ്ലൈൻറ്റ് ഇട്ട് കഴിഞ്ഞ്
നടത്തുന്ന പ്രിലിമിനറി എക്സാമിനേഷനും നമ്മുടെ ഇൻക്വയറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ട്രയൽ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ അക്യൂസിനെതിരെ ആയിട്ടുള്ള ചാർജസ് വേരിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സ് ഇൻക്വയറി സ്റ്റേജിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഇൻക്വയറിക്കകത്തെ ഒരു 2 ഇമ്പോർട്ടൻറ്റ് കേസസ് നോക്കാം. ആലിം ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ആണ്. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഓൾ ദോസ് പ്രൊസീഡിംഗ് ബിഫോർ എ മജിസ്ട്രേറ്റ് prior to the framing of a charge or an inquiry preparatory to the commitment of a case to the sections court is inquiry by magistrate. The object of inquiry is to determine the truth or falsity of certain facts with a view to taking further action thereon. An inquiry into an offence never ends in conviction or acquittal, but the accused may be discharged or committed for trial at the end of inquiry. Inquiry is a judicial proceeding since a magistrate or court conduct it. നമ്മുടെ ആലിം ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ കേസിൻ്റെ അകത്ത് പറയുന്നത് ഇൻക്വയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീഡിങ്ങിനെയാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എന്തുവാണ് നമ്മുടെ സെക്ഷൻസ് കോർട്ടിലേക്ക് ഒരു കേസ് കമ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മജിസ്ട്രേറ്റ് കണ്ടക്ട് ചെയ്യുന്ന പ്രൊസീഡിങ്സിനെയും ഇൻക്വയറി എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു 2 സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷവും സെക്ഷൻസ് കോർട്ടിലേക്ക് കേസ് കമ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായും ഇതിൻ്റെ രണ്ടും ഇടയ്ക്ക് വരുന്ന ആ പ്രൊസീഡിങ്ങിനെയാണ് നമ്മൾ ഇൻക്വയറി എന്ന് പറയുന്നത്. ഇൻക്വയറിക്കകത്ത് കൺവിൻഷനോ അക്വിറ്റലോ ഇല്ല. കൺവിൻഷനോ അക്വിറ്റലോ വരുന്ന എവിടെയാണ്? നമ്മുടെ ട്രയലിലാണ് വരുന്നത്. ഇൻക്വയറിക്കകത്ത് ഒന്നെങ്കിൽ ആ കേസ് ഡിസ്ചാർജ് ചെയ്യും, അവിടെ പ്രൈമ ഫേസി കേസ് ഇല്ലെങ്കിൽ. അവിടെ പ്രൈമ ഫേസി കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻസ് കോർട്ടിലേക്ക് ഈ കേസ് കമ്മിറ്റ് ചെയ്യും, ട്രയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ വിജയദാനുക ആൻഡ് അതേഴ്സ് വേഴ്സസ് നാജിമ മംതാജ് ആൻഡ് അതേഴ്സ്. ഈ കേസിൻ്റെ അകത്ത് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് എവരി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്റ്റഡ് അണ്ടർ സംഹിത ബൈ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് ഈസ് ഇൻക്വയറി. നമ്മുടെ എന്തുവാണ് നമ്മുടെ കേക്കകത്ത് പറയുന്നുണ്ട്, നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് കെയ്ക്കകത്ത് പറയുന്നുണ്ട് നമ്മുടെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോർട്ട് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഇൻക്വയറിയും ഇൻക്വയറി ആണ്, പക്ഷെ ട്രയൽ ഇൻക്വയറി അല്ല. ആ സംഭവം തന്നെയാണ് ഈ കേസിൻ്റെ അകത്തും കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫൈനൽ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ട്രയൽ. സെക്ഷൻ 2ൻ്റെ അകത്ത് നമ്മുടെ എല്ലിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷനും കെയ്ക്കകത്ത് ഇൻക്വയറിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെക്ഷൻ 2ൻ്റെ അകത്ത് ഒരിടത്തും ട്രയലിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. Trial refers to the judicial examination of evidence and determination of guilt or innocence. ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗിൽറ്റ് ആണോ ഇന്നസെൻ്റ് ആണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യൂസ്ഡ് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ജുഡീഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയുന്നത്. നമ്മുടെ ട്രയൽ എന്ന് പറയുന്ന 4 തരത്തിലുണ്ട്. സെക്ഷൻസ് ട്രയൽ, വാറന്റ് ട്രയൽ, സമൻസ് ട്രയൽ, സമ്മറി ട്രയൽ. സെക്ഷൻസ് ട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരിയസ് ഒഫൻസസിനാണ് സെക്ഷൻ ട്രയൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 7 വർഷം അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ. വാറന്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ 2 വർഷത്തേനേക്കാൾ കൂടുതൽ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾ, ഇംപ്രസ്മെന്റ് പണിഷ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒഫൻസുകൾ, ബട്ട് ലെസ് ദാൻ 7 ഇയേഴ്സ് ഇംപ്രസ്മെന്റ് കിട്ടുന്ന ഒഫൻസ്. ദാറ്റ് മീൻസ് 2 to 7 ഇയേഴ്സ് പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾക്കാണ് വാറന്റ് ട്രയൽ നടത്തുന്നത്. സമൻസ് ട്രയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈനർ ആയിട്ടുള്ള ഒഫൻസുകൾ, നമ്മുടെ 2 ഇയറിനേക്കാളും കുറവായിട്ടുള്ള ഒഫൻസുകൾ, അല്ലെങ്കിൽ 2 ഇയർ വരെ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾക്കാണ് നമ്മുടെ സമൻസ് ട്രയൽ നടത്തുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സമ്മറി ട്രയൽ ആണ്. പെറ്റി ഒഫൻസുകൾക്കാണ് സമ്മറി ട്രയൽ നടത്തുന്നത്. സെക്ഷൻസ് ട്രയൽ എന്ന് പറഞ്ഞാൽ 7 ഓർ മോർ. വാറന്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ 2 to 7 ഇയേഴ്സ് പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾ. സമൻസ് ട്രയൽ എന്ന് പറഞ്ഞാൽ 2 ഇയർ അല്ലെങ്കിൽ ലെസ് ദാൻ 2 ഇയർ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾ. സമ്മറി ട്രയൽ എന്ന് പറഞ്ഞാൽ പെറ്റി ഒഫൻസുകൾക്ക് നടത്തുന്ന ട്രയലുകളാണ്.
പിന്നെ ഈ ട്രയല് നമ്മുടെ തൊട്ട് മുന്നത്തെ കഥയിൽ പറഞ്ഞിരുന്നു ഒരു ട്രയല് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? ചാർജസ് ഫ്രെയിം ചെയ്യുമ്പോഴാണ്. ചാർജസ് ഫ്രെയിം ചെയ്തതിന് ശേഷം നമ്മുടെ അക്യൂസ്ഡിന്റെ പ്ലീ നമ്മുടെ കോടതി കേൾക്കും. അതിനുശേഷം നമ്മുടെ പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ആർഗ്യുമെന്റ്സ് രണ്ട് ഭാഗത്തുനിന്നും കോടതി കേൾക്കും. അതിനുശേഷമാണ് ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ട്രയൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസീഡിങ്ങിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റേജസ് ആണ് വരുന്നത്. ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചാർജസ് ഫ്രെയിം ചെയ്തുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അക്യൂസ്ഡിന്റെ പ്ലീ കേൾക്കും. പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യും. ഫൈനൽ ആർഗ്യുമെന്റ്സ് ഹെയർ ചെയ്തതിന് ശേഷം ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ട്രയൽ എന്ന് പറയുമ്പം കിട്ടുന്ന കുറച്ച് റൈറ്റ്സ്, അക്യൂസിനൊക്കെ കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അക്യൂസിന് ലീഗൽ എയ്ഡിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫെയർ ആൻഡ് സ്പീഡി ട്രയലിനുള്ള റൈറ്റ് ഉണ്ട്. ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്പൺ കോർട്ടിലായിരിക്കണം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ആൻഡ് ഫോറൻസിക് എവിഡൻസ് അഡ്മിസിബിലിറ്റി ഈ ഒരു ട്രയലിൻ്റെ അകത്ത് ഉണ്ട്. അത് BNSSന്റെ അകത്ത് വന്ന ഒരു മേജർ ചേഞ്ച് ആണ് ഡിജിറ്റൽ ആൻഡ് ഫോറൻസിക് എവിഡൻസ് അഡ്മിസിബിലിറ്റി. ഇനി നമുക്ക് നോക്കാം ട്രയലിനെ റെഫർ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണ്? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വേഴ്സസ് നെയ്യാറ്റിൻകര P. Nagaraj and others. The Honorable Kerala High Court held that when a final report is filed before the court, it seems that it was the end of the investigation. Investigation culminates and trial begins on the framing of charge. നമ്മൾ മുന്നേ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മുടെ മജിസ്ട്രേറ്റിന് കൊടുക്കുന്നതോട് കൂടി ഇൻവെസ്റ്റിഗേഷൻ എൻഡാവുന്നു. അത് കഴിഞ്ഞിട്ട് ചാർജസ് ഫ്രെയിം ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രയൽ ബിഗിൻ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വേഴ്സസ് നെയ്യാറ്റിൻകര P. Nagaraj and others എന്ന് പറഞ്ഞ 2050 കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എല്ലിൻ്റെ അകത്താണ്. ഇൻക്വയറി സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് കെയ്ക്കകത്താണ്. ട്രയൽ സെക്ഷൻ 2ൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.